അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നഗരസഭയാണ് കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്ന ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് അധികാരം നഷ്ടമായതിന് പിന്നാലെ പുതിയ ചെയർപേഴ്സണെ കണ്ടെത്താനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-ന് കനത്ത തിരിച്ചടി നൽകിയ ഭരണമാറ്റത്തിന് ശേഷം പാലയിൽ ഇനി ആര് അധികാരം പിടിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ മാസം 19-ന് നടക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നഗരസഭയെ ആര് നയിക്കുമെന്നതിൽ വ്യക്തത ലഭിക്കുമെന്നാണ് വിവരം. UDF വിമത കൌൺസിലർമാരായ മായ രാഹുൽ, ലിസിക്കുട്ടി മാത്യു എന്നിവരിലൊരാൾ ചെയർപേഴ്സൺ ആകാനാണ് സാധ്യത. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച വിമത കൌൺസിലർമാരായ മായ രാഹുലിനെയും ലിസിക്കുട്ടി മാത്യുവിനെയും മുൻനിർത്തിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതും. എന്നാൽ സ്വതന്ത്ര കൌൺസിലറായ മായ രാഹുലിനെയാണ് കോൺഗ്രസ് വിമത കൌൺസിലർമാരും LDF-ഉം പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസ് വിമത കൌൺസിലർമാരായ 4 പേരുടെ പിന്തുണയും മായ രാഹുലിന് ലഭിക്കും. മൊത്തത്തിൽ 17 കൌൺസിലർമാരുടെ പിന്തുണ മായ രാഹുലിന് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് നേരത്തെ തന്നെ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്താനുള്ള കളികൾ മായ രാഹുൽ ആരംഭിച്ചിരുന്നു എന്ന തരത്തിലും ചില വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. വൈസ് ചെയർപേഴ്സണും നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സണുമാണ് മായ രാഹുൽ. അതേസമയം തന്നെ പുറത്തായെങ്കിലും UDF-ഉം പുളിക്കക്കണ്ടം കുടുംബവും ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മയും ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിവരം. പുളിക്കക്കണ്ടം കൌൺസിലർമാർ ഉൾപ്പെടെ 9 പേർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് വിവരം. 2025 ഡിസംബറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ദിയ ബിനു പിതാവ് ബിനു പുളിക്കക്കണ്ടത്തിനും ഇളയച്ചൻ ബിജു പുളിക്കക്കണ്ടത്തിനുമൊപ്പം കുടുംബ ബ്ലോക്കായാണ് കൌൺസിലിലെത്തിയത്. തുടർന്ന് UDF പിന്തുണയോടെ 26-അംഗ കൌൺസിലിൽ 14 വോട്ടുകൾ നേടി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറെ പ്രതീക്ഷയോടെ UDF പിന്തുണയിൽ അധികാരത്തിൽ വന്ന ദിയയുടെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പക്ഷേ 7 മാസത്തിൽ കൂടുതൽ ഭരിക്കാൻ സാധിച്ചില്ല. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗവും സ്വതന്ത്രരുമടക്കം 14 പേരുമായിരുന്നു ഭരണപക്ഷത്തുണ്ടായിരുന്നത്. DYFI സമ്മേളനത്തിന് കൊട്ടാരമറ്റം സ്റ്റാൻഡ് വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സന്റെ തീരുമാനം മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഭരണത്തിൽ തങ്ങൾക്ക് യാതൊരു റോളും ലഭിക്കുന്നില്ലെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ ആക്ഷേപം ഉന്നയിച്ചു. ഭരണ പ്രതിസന്ധി രൂക്ഷമായതോടെ അവസരം മുന്നിൽ കണ്ട് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗവും കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവും പരമാവധി ശ്രമിച്ചു. എന്നിട്ടും LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കൌൺസിലിൽ ഹാജരായ 17 പേരുടെയും പിന്തുണയോടെ പാസായി. പാർട്ടി വിപ്പ് വകവയ്ക്കാതെ ചില കോൺഗ്രസ് അംഗങ്ങളും അവിശ്വാസത്തെ അനുകൂലിച്ചതോടെ ദിയ ബിനുവിന് അധ്യക്ഷ സ്ഥാനം നഷ്ടമാവുകയും ഇതോടെ UDF-ന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ തന്റെ ചുരുങ്ങിയ ഭരണകാലയളവിൽ അഴിമതി ആരോപണങ്ങളോ നിയമവിരുദ്ധ നടപടികളോ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും ജനാധിപത്യപരമായ വിധിയെ ബഹുമാനിക്കുന്നുവെന്നും വ്യക്തമാക്കിയ ദിയ ജനപ്രതിനിധിയായി തുടർന്നും പൊതുരംഗത്തുണ്ടാകുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ 26-അംഗ സഭയിൽ LDF-ന് 12 അംഗങ്ങളാണുള്ളത്. 10 കേരള കോൺഗ്രസ് മാണി വിഭാഗവും 2 CPM കൌൺസിലർമാരും. കോൺഗ്രസ് വിമത കൌൺസിലർമാരായി ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ്, സ്വതന്ത്ര കൌൺസിലർ മായ രാഹുലും. മറുവശത്ത് UDF-ന് നിലവിൽ 6 കൌൺസിലർമാരാണുള്ളത്. കോൺഗ്രസിന് 2, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 3, KDPക്ക് 1. സ്വതന്ത്ര മുന്നണിയായ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 കൌൺസിലർമാരുമുണ്ട്. സംസ്ഥാനത്തെ ശ്രദ്ധേയമായ നഗരസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഏവരും ഉറ്റുനോക്കുകയാണ്. UDF-ന് ഭരണം നഷ്ടപ്പെട്ട നഗരസഭയിൽ ഇനി ആര് ഭരണത്തിൽ വരുമെന്നതാണ് ചോദ്യം. LDF-ന്റെ പിന്തുണയോടെ കോൺഗ്രസ് വിമത ചെയർപേഴ്സൺ ആകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.